അമൃതവചനം. വിഷാദത്തെ അതിജീവിക്കാൻ. മനുഷ്യൻ എന്നത്തേക്കാളുമധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിഷാദത്തിന് അടിമപ്പെടാത്തവർ വിരളമായിരിക്കും. പ്രയാസങ്ങളും പരാജയങ്ങളുമൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വിഷാദം കടന്നു വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് അധിക നേരം നീണ്ടു നിൽക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. കാരണം നമ്മുടെ ആരോഗ്യത്തെയും കാര്യക്ഷമതയെയും മാനസികമായ കഴിവുകളെയുമെല്ലാം വിഷാദം കാർന്നു തിന്നും. നിസാര പ്രശ്നങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുമ്പോഴാണ് പലപ്പോഴും വിഷാദം കടന്നു വരുന്നത്. ജീവിതത്തിൽ ഒരു വഴി അടഞ്ഞാൽ 9 വഴികൾ തുറക്കുമെന്ന ചൊല്ല് നമ്മൾ മറക്കരുത്. വിഷാദ രോഗമുള്ള ഒരാൾ ലോകത്തെ നോക്കിക്കാണുന്നത് വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെയായിരിക്കാം. അസ്വസ്ഥവും നിരാശ നിറഞ്ഞതുമായ മനസ്സിലൂടെ ലോകത്തിനെ ശരിയായി കാണാനാവില്ല. അതുകൊണ്ട് മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ വിഷാദമുള്ളവർക്ക് സാധിക്കില്ല. മറ്റുള്ളവരെക്കാൾ അധികം സംശയവും ദേഷ്യവുമൊക്കെ അവർ പ്രകടിപ്പിച്ചെന്നിരിക്കും. എന്നാൽ അത് അവരുടെ സ്വഭാവമല്ല, രോഗം കാരണമാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ അനുഭാവത്തോടെ പെരുമാറണം. തനിക്ക് അസുഖമില്ലെന്നും മറ്റുള്ളവർക്കാണ് മാനസിക പ്രശ്നമുള്ളതെന്നും രോഗി കരുതാനിടയുണ്ട്. ഇത് കാരണം അവരുമായി ഇടപെടുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ ക്ഷമ നഷ്ടമാകും. കൊച്ചു കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ നമ്മൾ അവരുമായി ഇടപെടണം. വിഷാദമുള്ളവർക്ക് ധ്യാനം പോലുള്ള ആധ്യാത്മിക സാധനകൾ പ്രയോജനപ്പെടും. എന്നാൽ അവ വളരെ ലഘുവായ രീതിയിൽ മാത്രമേ പരിശീലിക്കാവൂ. 10-20 മിനിറ്റ് മാത്രം ധ്യാനിക്കുന്നതാണ് ഉചിതം. മനസ്സിനെ നിർബന്ധിച്ച് ഏറെ നേരം ധ്യാനിക്കുന്നതിനേക്കാൾ പ്രധാനം മനസ്സിനെ ശാന്തമാക്കി വെക്കുക എന്നതാണ്. ധ്യാന സമയത്ത് മനസ്സിനെ സാക്ഷിഭാവത്തിൽ നോക്കിക്കാണണം. തിരക്കുള്ള നഗരവീഥിയുടെ അരികിലിരിക്കുന്ന ഒരാൾ അതിലൂടെ പോകുന്ന വാഹനങ്ങളെ നിസ്സംഗനും ശാന്തനുമായി വീക്ഷിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ ശാന്തമായി വീക്ഷിക്കണം. അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ചിന്തകളെ പിന്തുടരുന്നതിന് പകരം അവയെ ബോധപൂർവം വീക്ഷിക്കാൻ ശ്രമിക്കണം. കലക്കവെള്ളത്തിലെ ചെളി അടിത്തട്ടിലടിയുമ്പോൾ വെള്ളത്തിന് തെളിച്ചം വരുന്നത് പോലെ വികാരങ്ങൾ അടങ്ങുമ്പോൾ മനസ്സ് ശാന്തവും പ്രസന്നവുമാകും. വിഷാദരോഗം മൂലം കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ അവരുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും സഹപ്രവർത്തകർക്കും കഴിയും. അവരോട് സ്നേഹത്തോടെയും ക്ഷമയോടെയും മാത്രം ഇടപെടാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം അറിഞ്ഞും അറിയാതെയും പ്രകടിപ്പിക്കുന്ന വിവിധ വികാരങ്ങൾ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷലതാദികളെയും വരെ സ്വാധീനിക്കുന്നു എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ ഒരു തോട്ടത്തിലെ ചെടികളുടെ നേർക്ക് ദേഷ്യം പ്രകടിപ്പിച്ചു. അവരുടെ ദേഷ്യം ആ ചെടികളെ ഭയപ്പെടുത്തി. അതോടെ മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള ശേഷി ആ ചെടികൾക്ക് നഷ്ടമായി. കുറച്ചു ദിവസങ്ങൾക്കകം ചെടികൾ മിക്കവാറും ഉണങ്ങിപ്പോവുകയും ചെയ്തു. നാം പ്രകടിപ്പിക്കുന്ന ശക്തമായ വികാരങ്ങൾ ചെടികളെപ്പോലും ഇത്രയും ബാധിക്കുമ്പോൾ കൊച്ചു കുട്ടികളെയും ദുർബല മനസ്സുള്ളവരെയും അവ എത്രമാത്രം ബാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ വിഷാദമുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കാനും കഴിയൂ. ദുഃഖത്തിൻ്റെയും നിരാശയുടെയും പിടിയിൽപ്പെട്ട് വിഷമിക്കുന്ന വിഷാദ രോഗികളുടെ ദുഃഖഭാരം കുറയ്ക്കാനും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ അവരെ കെൽപ്പുള്ളവരാക്കാനും നമുക്ക് എന്തു ചെയ്യാനാകുമെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം.